ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റായിട്ട് നാജില ഉണ്ടെങ്കിൽ തൻ്റെ മകൾ നടത്തിയ ആരോപണങ്ങൾക്കും അതുപോലെ തന്നെ ഉമ്മ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ എതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യ ഭർത്താവിൽ നിന്നും തനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ആ ഒരു വ്യക്തി ഫോൺ വിളിച്ച് കുറേയധികം കാര്യങ്ങൾ ഈ ഒരു നാജില എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം അതിനൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഈ നാജില വീഡിയോ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഈ നാജില ആരാണ് എന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ ഈ ഒരു നാജിലയും സ്വന്തം മോളും തമ്മിൽ എന്താണ് പ്രശ്നം, അതുപോലെ തന്നെ അമ്മയായിട്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ആദ്യം തൊട്ടൊന്ന് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. എന്നിട്ട് എന്താണോ ഇപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടായത് അതിനെക്കുറിച്ചും നാജിലയുടെ മറുപടി എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു നാജില എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ഇവർക്കുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫാമിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. ഇവരുടെ വ്ളോഗ്സൊക്കെ എങ്ങനെയാണ്. ഈ ഒരു നാജില ഉണ്ടെങ്കിൽ ഏകദേശം 4 കല്യാണത്തോടൊപ്പം കഴിച്ചിട്ടുണ്ട്. അതിലിപ്പം ലേറ്റസ്റ്റായിട്ട് ഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഇപ്പം മൂത്ത മോളുമായിട്ടാണ് പ്രശ്നമുള്ളത്. മൂത്ത മോൾ എന്ന് പറഞ്ഞാൽ മസ്റൂറ എന്നാണ് ആ ഒരു കുട്ടിയുടെ പേര്. ആ ഒരു കുട്ടിയും ആദ്യ ഭർത്താവിലുള്ള ഒരു കുട്ടിയാണ്. ആ ഒരു കുട്ടിയുമായിട്ട് ഇപ്പം ഈ ഒരു നാജിലയ്ക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇപ്പോഴത്തെ ഭർത്താവും ഈ ഒരു നാജിലയൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അടിയും വഴക്കും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു നാജില പറഞ്ഞൊരു കാര്യം, ഇവർ തമ്മിൽ കുറച്ച് നാളായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുമായിരുന്നു. അതിൻ്റെ കാരണമായിട്ട് നാജില പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാൻ എപ്പോഴും കുടിയും കാര്യങ്ങളുമാണ്. കുടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് തന്നെ അടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലുതായിട്ടൊന്നും ചെയ്തില്ല. പക്ഷേ ഇടയ്ക്ക് നാജില ഇട്ട ഒരു വീഡിയോയിൽ ഇത് എനിക്ക് കുട്ടികളെ അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം പിന്നിട്ട വീഡിയോസിലൊന്നും അതേ കണക്ക് നാജില പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു സമയത്ത് ഇവർ തമ്മിൽ ഭയങ്കര ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആവുകയും ഇനി എനിക്ക് ഈ ഒരു ഷാൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വേറെ വേറെ വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നാജില പ്രഗ്നൻ്റ് കൂടിയായിരുന്നു. ഈ ഒരു സംഭവമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നാജില വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് പറയുന്ന ഒരു കാര്യം, ഇനി ഞാൻ ഷാൻ്റെ കൂടെ ജീവിക്കത്തില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുടിയും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അവൻ ജോലിക്ക് പോകുന്നില്ല. ഇവനെ ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇവൻ്റെ ഉമ്മയാണ്. എപ്പം കുടിക്കാൻ വേണ്ടി കാശ് ചോദിച്ചാലും കൊടുക്കും. അതുകൊണ്ടാണ് ഇവൻ്റെ സ്വഭാവം ഇങ്ങനെ ആയത്. ഇവിടുത്തെ വീട്ടിൽ നമ്മുടെ കാര്യങ്ങൾ പോലും നോക്കുന്നില്ല. എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതുപോലെ തന്നെ അവൻ്റെ ഉമ്മയുടെ കാര്യങ്ങൾ വരെ ഞാൻ നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നാജില ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് അവനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കത്തില്ല എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഷാനും യൂട്യൂബിലൊരു വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട്, ഇവൾ കള്ളം പറയാണ്, ഇവളുടെ ഉമ്മ ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷാനെ കല്യാണം കഴിച്ചത് നാജിലയുടെ ഉമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യമാണ് ഷാൻ പറയുന്നത്. എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഇവളുടെ ഉമ്മയുണ്ടെങ്കിൽ ഇവളുടെ അടുത്ത് കുറേയധികം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എന്നെപ്പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം കൊണ്ടാണ് ഇപ്പം അവൾക്ക് എന്നെ വേണ്ടതായത്. ഇപ്പം വേറെ കല്യാണം കഴിക്കാനൊക്കെ ഉള്ള പ്ലാനാണ്, അതൊന്നും ഞാൻ സമ്മതിച്ച് കൊടുക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ രാത്രി ലൈവിൽ ഈ ഒരു ഷാനും വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിന് മറുപടിയായിട്ട് നാജില അടുത്ത ദിവസം വീഡിയോ ഇടുക കണക്ക്, ഇവൻ പറയുന്നതൊന്നും സത്യമല്ല, ഇവൻ കുടിച്ചിട്ടൊക്കെ വരും, ഒരു കാര്യം നോക്കുന്നില്ല, ഞാനുണ്ടെങ്കിൽ പറയുന്നതെല്ലാം സത്യമാണ്, അവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇടും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എൻ്റെ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ ഞാൻ എന്ത് ചെയ്യും, ഇനി ചിലപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയെ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ ഓരോ വീഡിയോസൊക്കെ നാജില ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയധികം പേര് ഇതിനെ കമൻസിൽ വന്നിട്ട് നിങ്ങൾ എന്താണ് ഇതേ കണക്ക് കാണിക്കുന്നത്, നിങ്ങളുടെ കുടുംബ കാര്യങ്ങളൊക്കെയാണോ വന്ന് ഇതേ കണക്ക് ഇതിൽ ചർച്ച ചെയ്യുന്നത്, പിന്നെ നിങ്ങൾ തമ്മിൽ ഇനി ഒന്നിക്കത്തില്ല എന്ന് പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം നിങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചൊന്നിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഈ ഒരു നാജില ഇട്ട വീഡിയോയുടെ താഴെ വന്ന് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ നാജില പറയുന്നുണ്ട്, ഇനി അങ്ങനെ കുടിക്കുന്ന ഒരാളെ എനിക്ക് വേണ്ട, എൻ്റെ മക്കൾക്കും വേണ്ട, ഞങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം ഈ നാജിലയും ഷാനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്ത് നാജില പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ കുടുംബക്കാരും പോലീസുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ട് എല്ലാം ഒത്തുതീർപ്പാക്കി ഇപ്പം ഷാനിന് ജോലിക്ക് പോകാൻ കുടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നിച്ചത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നാജിലയുടെ കുട്ടികൾ 2-3 കുട്ടികളുണ്ട്. ആ കുട്ടികളെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൽ മൂത്ത കുട്ടി എന്ന് പറയുന്ന ആദ്യ ഭർത്താവിൻ്റെ കുട്ടിയാണ് മസ്രൂർ എന്നാണ് ഒരു കുട്ടിയുടെ പേര്. ആ കുട്ടി അതിന് ശേഷമുണ്ടെങ്കിൽ നാജിലയുടെ കൂടെ നിന്ന് നിൽക്കാൻ റെഡിയായിട്ടുണ്ടായിരുന്നില്ല. ഈ കുട്ടി നേരെ ഉണ്ടെങ്കിൽ നാജിലയുടെ ഉമ്മയുടെ കൂടാണ് പോയി നിന്നിട്ടുണ്ടായിരുന്നത്. ആദ്യ സമയങ്ങളിലൊക്കെ നാജില പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു കുട്ടി അവിടെ പോയി ഉമ്മയുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതല്ല എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം യൂട്യൂബേഴ്സ് തന്നെ റീസണും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് കുട്ടിയെ ശ്യാം വന്ന് അടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലും, അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത്, അതുകൊണ്ട് ഇപ്പം പോവാണ്, ഈ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഉമ്മയുടെ കൂടെ പോയി നിൽക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ നാജില ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഈ ഒരു കുട്ടി മസ്രൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുട്ടി ഇപ്പോഴത്തെ ഭർത്താവായിട്ടുള്ള ഷാൻ്റെ വാട്സാപ്പിൽ ഭയങ്കര ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഈ ഒരു നാജില ലൈവിൽ വന്നിട്ട് ഈ മോൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നീ എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിൻ്റെ ആദ്യ അച്ഛനുണ്ടെങ്കിൽ ഇപ്പം നിന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്, കുറേയധികം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട്, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിലാണോ നീ ഇത് കണക്ക് സംസാരിക്കുന്നത്? നിന്നെ ഉണ്ടെങ്കിൽ 10 വയസ്സ് വരെയൊന്നും അവൻ നോക്കിയിട്ട് പോലുമില്ല, ഞാനാണ് നിന്നെ കഷ്ടപ്പെട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു ഷാനും അവൻ നിന്നെ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. എന്നിട്ടാണ് നീ ഇപ്പോൾ ഇതേ കണക്ക് ഷാനെതിരെ ചീത്ത വിളിച്ചുകൊണ്ട് മെസ്സേജൊക്കെ ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളിടുന്ന വീഡിയോസിന് താഴെ വന്നിട്ട് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കമൻസൊക്കെ ഇടുന്നത്. നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എൻ്റെ ഉമ്മയാണ് എന്ന് എനിക്കറിയാം. എൻ്റെ ഉമ്മയുണ്ടെങ്കിൽ എന്നെപ്പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അവർക്കുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പണം വേണം. എൻ്റെ ഉമ്മയുടെ കൂടെ നിർത്തുന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എൻ്റെ പൈസയൊന്നും വേണ്ട എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് എൻ്റെ പൈസ വേണം. ഇതെല്ലാം അവരുടെ പ്ലാനാണ്. അവരാണ് നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്കറിയാം. നിനക്കിതിനെക്കുറിച്ചൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ മനസ്സിലാവുന്ന ഒരു നാൾ വരും. അപ്പോഴാണ് നീ ഓർക്കുന്ന ഉമ്മയാണ് കറക്റ്റ് എന്നുള്ളത്. പിന്നെ നിൻ്റെ അച്ഛനുണ്ടെങ്കിൽ നിൻ്റെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജും കോളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വ്യക്തി കുടിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം വേറെ കല്യാണം വരെ കഴിച്ചിട്ടുണ്ട്. നിൻ്റെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. നീ വെയ്യാതിരുന്ന സമയത്ത് പോലും നിൻ്റെ കാര്യങ്ങൾ നോക്കാത്ത ഒരാളാണ്. ഇതൊക്കെ നീ മനസ്സിലാക്കത്തില്ല. നിന്നെ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മയ്ക്കാണെങ്കിൽ പൈസ മാത്രം മതി, അല്ല നിന്നോട് ഇഷ്ടമൊന്നുമില്ല. ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ കാര്യങ്ങൾ പോലും നോക്കിയിട്ടില്ല, എൻ്റെ കാര്യങ്ങൾ പോലും അവർ നോക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നാജില ഈ ഒരു ഉമ്മയ്ക്കും മകൾക്കും എതിരെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം യൂട്യൂബേഴ്സിൽ ഇതേ കണക്ക് റിയാക്ഷനൊക്കെ വീഡിയോ ചെയ്യുന്നതൊക്കെ ഒരു വ്യക്തിയാണ് ഷഫീന ബീബി എന്ന് പറയുന്ന വേറൊരു യൂട്യൂബറും കൂടെ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചെന്നിട്ട് ഈ ഒരു ഷഫീനയുടെ ഉമ്മയുടെ വീട്ടിൽ ചെന്ന് അവിടെ കുട്ടിയെ കാണുകയും കുട്ടിയെ കണ്ടതിന് ശേഷം ഈ ഒരു ഷാനുമായിട്ട് എന്താണ് പ്രശ്നവും കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു കുട്ടിയും നാജിലയുടെ ഉമ്മയുടെയും കൂടെ ഉണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷനെ പോയി കാണുകയും അവിടെ ചെന്നിട്ട് ഈ ഒരു കുട്ടി ഷാനെതിരെ എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ഷഫീനെയൊക്കെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവരെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാലാവകാശ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നാജിലെ വിളിച്ചിട്ട് കുട്ടിക്കെതിരെ ഇനി വീഡിയോ ചെയ്യുന്നതൊക്കെ നിർത്തിക്കോണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പറഞ്ഞു എന്നുള്ളത് ബാലാവകാശ കമ്മീഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞതിന് ശേഷം നാജില ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോൾക്കെതിരെ പിന്നെയും ഇവർ ഷഫീനെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മയുണ്ടെങ്കിൽ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്കും അതുപോലെ തന്നെ ഷാനും എതിരെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷം അവരെ നോക്കിയതൊന്നും ഈ ഷഫീന ബീവിയൊന്നുമല്ല, അവൾക്ക് അസുഖമായിരുന്നപ്പം പോലും ഞാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്കെതിരെ വൈരാഗ്യമുള്ള ഈ ഷഫീന ബീവിയൊക്കെ ഇപ്പോൾ ഒരു അവസരം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. അതിന് എൻ്റെ ഉമ്മയെ കൂട്ടുപിടിച്ച് എൻ്റെ മോളെയും കൊണ്ട് എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എൻ്റെ മോളെ ഇതിനെല്ലാം ഉപയോഗിക്കുകയാണ്. എൻ്റെ ഉമ്മയ്ക്ക് ഒന്നിനും ഒരു അറിവില്ല, പൈസ വേണം എന്നുള്ളൊരു കാര്യം മാത്രമാണ്, അതിനെന്തും ചെയ്യാൻ വേണ്ടി റെഡിയാണ്, നിങ്ങളിത് മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു ഷഫീന ബീവിക്കെതിരെ അതുപോലെ തന്നെ ഈ ഒരു ഉമ്മയ്ക്കെതിരെയൊക്കെ ഒരു നാജില വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ചെയ്തതിന് പിന്നാലെ ഷഫീന മറുപടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ വെച്ച് എല്ലാം കേട്ടതാണ്, എന്താണ് മോള് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം. ഷാന് ഞങ്ങളുണ്ടെങ്കിൽ മുമ്പോട്ട് ഈ ഒരു നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോയാൽ നിൻ്റെ ഭർത്താവ് ഷാനെതിരെ കുറേയധികം നടപടികൾ എടുക്കേണ്ടി വരും. അതൊന്നും വേണ്ട എന്ന് വെക്കുന്നത് ഇനി കുട്ടിയുടെ ഭാവിയൊക്കെ ഓർത്തിട്ടാണ്, കുട്ടി പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നീ ആ ഒരു കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് കുറേയധികം പൈസ കുറേയധികം പേരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി കിട്ടാതാവുമ്പോൾ
ാണ് നിനക്ക് ഈ ഒരു ദേഷ്യം എന്നുള്ളൊരു കാര്യമാണ് ഷഫീന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയും കൂടി ഷഫീൻ ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാജില ഒരു 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ ഭയങ്കര വിഷമത്തോടെയാണ് നാജില സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ മോളെ എത്ര നല്ല രീതിയിലാണ് നോക്കിയിട്ടുണ്ടെന്ന് ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവൾക്ക് വയ്യാതിരുന്ന സമയങ്ങളിൽ പോലും ഞാനാണ് അവളെ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന അവളുടെ അച്ഛനോ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങേരാണെങ്കിൽ കുടിച്ചൊക്കെ നടന്നിട്ടുള്ള ഒരാളാണ്. അവളെ ഒന്നും വേണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴുണ്ടെങ്കിൽ അവളുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരുവാണ്. ഇതൊക്കെ ചുമ്മാതെയാണ്. ഞാനുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ പറയുന്ന പോലും നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഈ ഒരു ഷഫീനെ അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത്, എൻ്റെ ഉമ്മ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. എൻ്റെ മോളുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേക്ക്. നിന്നെ ഉണ്ടെങ്കിൽ ഇവരെല്ലാം ഉപയോഗിക്കുകയാണ്. കുറച്ച് നാൾ മാത്രം ഇവർക്കൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ നിന്നെ ഉപയോഗിക്കുന്നത് എനിക്കെതിരെ. അല്ലാതെ നിന്നോട് ഇഷ്ടമോ കാര്യങ്ങളോ കൊണ്ടൊന്നുമല്ല. പക്ഷേ നിനക്കിത് മനസ്സിലാവുമ്പോഴത്തേനും ഒരുപാട് വൈകിക്കാണും. ആ സമയത്ത് ഞാൻ ചിലപ്പോൾ നിൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പോലുമില്ല. പക്ഷെ നിനക്കിതൊന്നും ഇപ്പം മനസ്സിലാവത്തില്ല. കാരണം ഉണ്ടെങ്കിൽ നിൻ്റെ അച്ഛനൊക്കെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങേരെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളൊരു കാരണം കൊണ്ട് കുറേയധികം കാര്യങ്ങൾ വാങ്ങിച്ചു തരുന്നു. അതിലൊക്കെ നീ കണ്ണു മഞ്ഞളിച്ചിരിക്കുകയാണ്. പക്ഷേ നിനക്ക് സത്യങ്ങൾ മനസ്സിലാക്കും. ആ ഒരു വ്യക്തി നിന്നെ ഒന്നും ഒരിക്കലും നോക്കിയിട്ടില്ല. ഞാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വയ്യാതിരുന്ന സമയത്ത് പോലും ഞാൻ നിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. നിനക്ക് അസുഖങ്ങൾ ഒരുപാടുണ്ട്. എന്നിരുന്നിട്ട് പോലും ആ ഒരു വ്യക്തി പൈസ ചിലവിനൊന്നും തന്നിട്ട് പോലുമില്ല. അന്നെല്ലാം നിൻ്റെ കാര്യങ്ങൾ നോക്കിയതും നിന്നെ പഠിക്കാൻ വിട്ടതും നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തന്നത് ഞാനാണ്. എന്നിട്ട് ഇപ്പം എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടി നിന്നെ എനിക്കെതിരെ തിരിച്ചിരിക്കുവാണ്. ആ പറയുന്ന എൻ്റെ ഉമ്മയുണ്ടല്ലോ, അവരുണ്ടെങ്കിൽ എന്നെപ്പോലും നോക്കിയിട്ടില്ല. എന്നെപ്പറ്റി പല രീതിയിലുള്ള ആരോപണങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടവരോടെയൊക്കെ കടന്നിട്ടുണ്ട് എന്നൊക്കെ രീതിയിൽ ഒരു ഉമ്മ സ്വന്തം മോളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയും. അത്ര രീതിയിൽ മോശമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിന്നെ ചേർത്ത് ഇട്ടേക്കുന്നത് വരെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പൈസ കിട്ടുമെന്നുള്ള ഒരു ഒറ്റ വിചാരത്തിലാണ്. അല്ലാതെ എന്നോട് ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ആ ഒരു വീട്ടിൽ പിന്നെ എന്നോട് ഇഷ്ടം അല്ലെങ്കിൽ എനിക്കൊരു ബഹുമാനമുള്ളത് എൻ്റെ ഉപ്പ മാത്രമാണ്. പക്ഷേ എൻ്റെ ഉപ്പ പറയുന്ന പോലും കേൾക്കാത്തൊരു വ്യക്തിയാണ് എൻ്റെ ഉമ്മ. സോ നിന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്കൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. പിന്നെ ഈ ഷഫീന ബീബിയെ പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്കെതിരെയുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണ് നിന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ നിനക്കത് മനസ്സിലാവുന്നില്ല. അതിനെ കൂട്ടിയിരിക്കുന്നത് എൻ്റെ ഉമ്മയും കൂടിയാണ്. അവർക്കും ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവർ ജസ്റ്റ് പൈസ കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ള വിചാരത്തിലാണ് ഓരോന്നും ചെയ്യുന്നത്. എനിക്കെൻ്റെ മോളെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നിനക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഷാൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൻ എന്തെങ്കിലും നിനക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാമല്ലോ. നീ ഇതൊക്കെ എന്തിനാണ് ഈ ഒരു യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ കാര്യങ്ങളായിട്ട് ഓരോന്ന് പറയുന്നത്? എന്താണെങ്കിലും ഞാനുണ്ടെങ്കിൽ ഇപ്പം ഭയങ്കര വിഷമത്തിലാണ്. ഇപ്പോൾ ഈ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പോലും മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തളരത്തില്ല. ഉറപ്പായിട്ട് ഞാൻ മുമ്പോട്ട് തന്നെ പോകുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് നാജില ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത്.